സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. ഹനുമാൻ ചാലിസ ചൊല്ലി കേജ്രിവാൾ ഇറങ്ങിയിരിക്കുന്നു. BJP അതിനകത്ത് കയറി ആക്രമിച്ചാണ് നീക്കം. മോദിക്ക് വയസ്സ് 75 ഇനി പ്രധാനമന്ത്രി അമിത്ഷായാണ് ആവുക. അടുത്ത നീക്കം യോഗി ആദിത്യനാഥിനെ ഒതുക്കാനാകും. ജനാധിപത്യമില്ലാതാക്കാനുള്ള മോദി എന്ന ഏകാധിപതിയിൽ നിന്നും 140 കോടി ജനങ്ങളുടെ പിന്തുണ തേടുകയാണ് കേജ്രിവാൾ. 4ാം ഘട്ടം പ്രചാരണം അവസാനിക്കുമ്പോൾ പുനരവതരിച്ചിരിക്കുന്നു കേജ്രിവാൾ എന്നുള്ളതാണ് ചോദ്യം. കേജ്രിവാൾ കൊട്ടിക്കയറിയോ? ചർച്ചയിൽ ആപ് പ്രതിനിധി ഷൈബു മഠത്തിൽ, കോൺഗ്രസിന്റെ പ്രതിനിധി ഡോക്ടർ ജിൻഡോ ജോൺ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്, BJP പ്രതിനിധി KVS ഹരിദാസ് എന്നിവരാണ്. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ കേജ്രിവാൾ ഇന്നലെ പുറത്തിറങ്ങിയ ശേഷം നടത്തിയ പ്രതികരണങ്ങൾ, ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്? തന്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയരുത്, താനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയരുത് എന്ന് കൃത്യമായി കോടതിയുടെ നിർദ്ദേശമുണ്ട്. പക്ഷേ മോദിയെ നേരിട്ടാക്രമിക്കുകയാണ്. BJPക്ക് അകത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ. ഇത് എന്ത് തരത്തിലുള്ള പ്രതിഫലനമാണ് ഉണ്ടാക്കുക? കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു അജണ്ട സെറ്റ് ചെയ്യാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനുമുള്ള അനിതര സാധാരണമായ പാഠവം മുൻപും കണ്ടിട്ടുള്ളതാണ്. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് മോദിയെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു കേജ്രിവാളിനെ ഇപ്പോൾ കാണുന്നു. ഇതിനു മുമ്പൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെയും ഇന്ത്യ മുന്നണിയുടെയും പല നേതാക്കളും വളരെ മയമായ സ്വരത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് BJPക്ക് ഉള്ളിൽ ഒരുപക്ഷെ ആഭ്യന്തര കലഹമുണ്ടാവും എന്ന്. പക്ഷെ അത് ഉറക്കെ പറയാൻ ആരും മുതിർന്നില്ല എന്നതാണ് വാസ്തവം. പക്ഷെ ഇതാ ജയിൽ മോചിതനായ ശ്രീ അരവിന്ദ് കെജ്രിവാൾ അത് ഉറക്കെ പറഞ്ഞിരിക്കുന്നു. ഒരു 2ാം നിര നേതൃത്വത്തെ വളർത്തിയെടുക്കാൻ മോദി വിസമ്മതിച്ചു. മോദി ഒരു ഏകനായി തെരഞ്ഞെടുപ്പിന്റെ ഏക വിഷയം നരേന്ദ്രമോദിയായി മാറിയിരിക്കുന്നു. 2ാം നിര നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന അമിത്ഷാ ആയിക്കൊള്ളട്ടെ, യോഗി ആദിത്യനാഥ് ആയിക്കൊള്ളട്ടെ, മുൻപ് സുഷമ സ്വരാജ് ആയിക്കൊള്ളട്ടെ, രാജ്നാഥ് സിംഗ് ആയിക്കൊള്ളട്ടെ, ഇവരെ ആരെയും മോദി വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നൊരു പ്രഖ്യാപനമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അത് മാത്രമല്ല, ഈ നേതാക്കൾ തമ്മിൽ ഒരു പടലപ്പിണക്കം ഉണ്ടാക്കാൻ, പരസ്പരം ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ തക്ക വിത്ത് വിതയ്ക്കുകയും ചെയ്തിരിക്കുന്നു ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഇന്നത്തെ തൻ്റെ മാസ് അഡ്രസ്സിലൂടെ. അതായത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 2 മാസത്തിനുള്ളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പദം വിട്ടൊഴിയേണ്ടി വരും, അല്ലെങ്കിൽ തൻ്റെ മുൻഗാമികളായ മുരളി മനോഹർ ജോഷിയെയും അതുപോലെ LK അദ്വാനിയെയും സുഷമ സ്വരാജിനെയും ഒക്കെ ഒതുക്കിയതുപോലെ യോഗി ആദിത്യനാഥിൻ്റെയും വഴി പുറത്തേക്കായിരിക്കും. രാജ്നാഥ് സിംഗിനെ ഡിഫൻസ് മിനിസ്റ്ററായിട്ട് അവരോധിച്ചു എങ്കിലും കാര്യമായൊരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നില്ലല്ലോ. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഒരുപക്ഷെ പ്രധാനമന്ത്രി പദത്തിലെത്തും എന്ന് വരെ പലരും കരുതിയിരുന്നു. ഇവരെയെല്ലാം ഒതുക്കിയതുപോലെ മോദി ഇവരെല്ലാം ഒതുക്കിയതിന് ശേഷം തനിക്ക് 75 വയസ്സാകുന്ന ദിവസം അധികാരം അമിത്ഷായിലേക്ക് കൊണ്ടുവരും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മോദിയുടെ ഗ്യാരണ്ടികൾ അമിത്ഷായ്ക്ക് എങ്ങനെയാണ് പൂർത്തീകരിക്കാൻ കഴിയുക? ഇങ്ങനെ ഒരു റെറ്ററിക്കൽ ചോദ്യമാണ് ഈ അരവിന്ദ് കെജ്രിവാൾ പൊതുസമൂഹത്തോടാണ് ചോദിക്കുന്നത്. ആദ്യമായിട്ടാണ് BJPക്കകത്ത് ആരെയൊക്കെയാണ് അസ്വസ്ഥമാക്കുക? പ്രകടമായി അസ്വസ്ഥമാക്കാൻ കേജ്രിവാൾ ഉദ്ദേശിച്ചത് യോഗി ആദിത്യനാഥിനെ തന്നെയാണ്. നമുക്കറിയാം, ഉത്തർപ്രദേശിലാണ് 80 സീറ്റുകൾ ഉള്ളത്. 80 സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത് 75 സീറ്റുകളോളമാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇന്ത്യ മുന്നണിയിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ വലിയ തർക്കങ്ങളില്ലാതെ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയായി. 62 സീറ്റിൽ സമാജ്വാദി പാർട്ടിയും 17 സീറ്റിൽ കോൺഗ്രസും 1 സീറ്റിൽ തൃണമൂൽ കോൺഗ്രസും UPയിൽ മത്സരിക്കുന്നു. അതുമാത്രമല്ല, 1ാം തരം കാസ്റ്റ് എഞ്ചിനീയറിംഗിലൂടെ ഒരു മുസ്ലിം യാദവ് കോമ്പിനേഷന് ഉപരിയായി കേവലം 4 മുസ്ലിം സ്ഥാനാർത്ഥികളെ സമാജ്വാദി പാർട്ടി നിർത്തിയിട്ടുള്ളൂ. അതുപോലെ 5 യാദവ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളൂ സമാജ്വാദി പാർട്ടി. അപ്പം നോൺ മുസ്ലിം, നോൺ യാദവ് OBCകളെ ഫീൽഡ് ചെയ്തുകൊണ്ട്, വലിയ നമ്പറിൽ ദളിത് കാൻഡിഡേറ്റ്സിനെ ഫീൽഡ് ചെയ്തുകൊണ്ട് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം രംഗം കൊഴിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗിന് ബദലായി
BJPക്ക് പറയാനുള്ളത് രാമക്ഷേത്രത്തിൻ്റെ ഒരു പ്രഭാവമാണ്, പിന്നെ യോഗിയുടെ തന്നെ വികസന രാഷ്ട്രീയവും. ഇവിടെ BJP ഏതെങ്കിലും കാരണവശാൽ യോഗിയുടെ കൂടെ കെയർ ഓഫിൽ 75 സീറ്റുകൾ നേടിയാൽ ഈ പറയുന്ന നമ്പേഴ്സിലേക്ക് അതിശക്തമായി മോദിയെ എത്തിക്കാൻ എന്തിന് യോഗി അത്രയും മെനക്കെടണം? അത്രയും ചെയ്താലും യോഗിയുടെ വഴി പുറത്തോട്ടാണ് എന്ന ആശയക്കുഴപ്പം യോഗി ആദിത്യനാഥ് എന്ന BJP മുഖ്യമന്ത്രിയുടെ മനസ്സിൽ വിതയ്ക്കാൻ ബോധപൂർവമായ ഒരു ശ്രമമാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയിരിക്കുന്നത്. UP-യിൽ ആകപ്പാടെ കാര്യങ്ങൾ കുഴഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങൾ പൊളിച്ചെടുക്കാൻ എളുപ്പമാണ് എന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ഫോർമുലയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഉത്തർപ്രദേശിലെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഡൽഹി രാഷ്ട്രീയത്തിൽ നിന്നും ഉത്തർപ്രദേശിലേക്ക് കൂടി ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതുമാത്രമല്ല, ഓർക്കുക, അരവിന്ദ് കെജ്രിവാൾ എപ്പോഴും ഒരു പോരാളി ഇമേജ് ജനങ്ങൾക്ക് നൽകുന്ന ഒരാളാണ്. 2014 ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി വാരാണസിയിൽ ആദ്യമായി മത്സരിക്കാനെത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരെ തോൽക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെ സ്ഥാനാർത്ഥിത്വം കൊടുത്തയാളാണ് അരവിന്ദ് കെജ്രിവാൾ. വളർന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. താങ്കളിലേക്ക് വരാം. ശ്രീ KVS ഹരിദാസ്, ഇതിനോട് താങ്കളുടെ പ്രതികരണം എന്താണ്? ഇന്നത്തെ കേജ്രിവാളിന്റെ പ്രസംഗം അത് BJPക്കകത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. മോദി അധികാരത്തിൽ വന്നാൽ അടുത്തത് 2 മാസത്തിനുള്ളിൽ യോഗി ആദിത്യനാഥിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുമെന്ന് പറയുന്നു. താങ്കൾ നിഷേധിച്ചാലും ഇല്ലെങ്കിലും ക്ഷമിക്കണം, മോദിയും ആദിത്യനാഥും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം പുറത്ത് അറിഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. അത് അത്ര വലിയ രഹസ്യമല്ല. അവിടുത്തെ ചീഫ് സെക്രട്ടറിയെ പോലും മോദി നിശ്ചയിച്ച ആളെയാണ്, ആദിത്യനാഥിന് ഇഷ്ടമില്ലാത്ത ആളെ അവിടെ നിശ്ചയിച്ചു എന്നുള്ള അടക്കമുള്ള വാർത്തകൾ ഇതിനകം പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ ആദിത്യനാഥും മോദിയും തമ്മിൽ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. എനിക്ക് സഹതാപമാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ള വാക്ക് അതാണ്. ഒരു കൊടിയ അഴിമതി കേസിൽപ്പെട്ട് ഇടക്കാല ജാമ്യത്തിലിറങ്ങിയ ഒരാള്, അയാള് പുറത്ത് വന്ന് നടത്തിയ ചില വിവരക്കേടുകൾ, വിളിച്ചു പറഞ്ഞ വിവരക്കേടുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മാറ്റമാണെന്ന് വിശദീകരിക്കാനുള്ള ഒരു അഹംഭാവമുണ്ടല്ലോ. ഞാൻ അതിൽ അഹംഭാവം എന്ന് തന്നെ വിളിക്കുന്നേ, വിവരക്കേടെന്ന് ഞാൻ വിളിക്കുന്നില്ല. ആ അഹംഭാവം സഹതാപം അർഹിക്കുന്നതാണ്. BJP-യിൽ യോഗി ആദിത്യനാഥിനുള്ള സ്ഥാനം എന്തെന്ന് അറിഞ്ഞുകൂടാത്ത രാഷ്ട്രീയ നിരീക്ഷകന്മാരുണ്ടല്ലോ, അവരോട് പരമപുച്ഛമാണ്. കഴിഞ്ഞ 5 വർഷം, ആദ്യം 5 വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയായി. അതിനു മുമ്പ് അദ്ദേഹം 10-15 വർഷം ലോകസഭയിൽ ഉണ്ടായിരുന്നു. ഇന്ന് എത്ര ക്ലീൻ ട്രാക്ക് റെക്കോർഡാ അദ്ദേഹത്തിന് UP-യിലുള്ളത്. UP-യിലെ BJPക്ക് കരുത്ത് പകരുന്നത് യോഗിയാണ്. അതുപോലെ അനവധി, BJPക്ക് ഒരു നേതാവല്ല UP-യിലുള്ളത്, അനവധി നേതാക്കന്മാരുണ്ട്. അതിലെ പ്രമുഖനാണ് യോഗി. അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട്, അതും ഈ അഴിമതി കേസിൽ പുറത്തു വന്ന ഒരു മഹാൻ, ഇടക്കാല ജാമ്യം കിട്ടി പുറത്തു വന്ന ഒരു മഹാൻ, അയാൾ വിളിച്ചു കൂവുന്നതിനനുസരിച്ച് അത് രാഷ്ട്രീയ ചർച്ചയാക്കാൻ എനിക്ക് സഹതാപമാണ്, രാഷ്ട്രീയ സഹതാപം. അതില് മാധ്യമപ്രവർത്തകരുടെ നിലപാടുകൾ എനിക്ക് അതിനകത്ത് അതിശയമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തും പറയാം. കാരണം ഈ 2014-ലും 2019-ലും ഒക്കെ BJPക്ക് എതിരായിട്ട് നിങ്ങൾ നെയ്തെടുത്ത കള്ളക്കഥകളുണ്ട്, സാങ്കല്പിക കഥകളുണ്ട്. അതൊക്കെ ഓരോന്നായിട്ട് അടർന്നു വീഴുന്നത് വോട്ടെണ്ണിയപ്പോൾ കണ്ടതാ. 2024-ലും സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. വളരെ വ്യക്തമായ മാർജിനോടുകൂടി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ UP-യിൽ ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാവും. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ റായ്ബറേലിയിൽ മത്സരിക്കാൻ ഒരാൾ പോയിട്ടുണ്ടല്ലോ, അവിടെ പോലും കോൺഗ്രസ് ഇത്തവണ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പൊ കാസ്റ്റ് ഇക്വേഷനെ കുറിച്ചൊക്കെ ആരാ സംസാരിച്ചതെന്ന് ഞാൻ കണ്ടില്ല, എന്റെ മുമ്പിൽ TV ഇല്ലാത്തത് കൊണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, മോഹൻ വർഗീസിന്റെ രാഷ്ട്രീയ നിരീക്ഷണം പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ ദല്ലാളായിട്ട് വന്നിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് വിളിച്ചു കൂവിയിട്ടുള്ള മാന്യദേഹത്തിന് എന്തും പറയാം. അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയട്ടെ. ഈ കേജ്രിവാള് ആ കേസിലെ സംഭവം, ആ കേസിനെ കുറിച്ച് കൂടി ഒരു കാര്യം പരാമർശിക്കാതെ ഈ ആദ്യ റൗണ്ട് പൂർത്തിയാക്കാൻ പറ്റൂല. അദ്ദേഹം ആദ്യം സുപ്രീം കോടതി പോയി പറഞ്ഞത് എന്താ?
ഞാൻ ജാമ്യ ഹർജി കൊടുക്കുന്നില്ല. തൻ്റെ അറസ്റ്റിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ആ കേസിനെ തന്നെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത്. അവസാനം കീഴടങ്ങി ജാമ്യം കൊടുക്കണമെന്ന് പറഞ്ഞു. ജാമ്യവും കിട്ടിയില്ല. ഇടക്കാല ജാമ്യമാണ്, ഇടക്കാല ജാമ്യം. 1-ാം തീയതി കഴിയുമ്പോൾ വീണ്ടും കയ്യിൽ വിലങ്ങും വച്ചിട്ട് നേരെ ജയിലിലേക്ക് കയറി ചെല്ലണം. അങ്ങനെയുള്ള ഒരു നേതാവ് പുറത്തു വന്നിട്ട് ഇത്തരത്തിലുള്ള വീരേതിഹാസം വിളമ്പുമ്പോൾ അത് കേട്ടിട്ട് ഉയർന്നു നിൽക്കാൻ തയ്യാറുള്ള കുറേ നേതാക്കന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് സഹതാപമേ ഉള്ളൂ. BJPയുടെ കരുത്തനായ നേതാവാണ് യോഗി ആദിത്യനാഥ്. അതുപോലെ അനവധി അവരെ ഒന്നും നിങ്ങൾ ആരും താങ്കളുടെ ഈ അമിത രോഷം കേജ്രിവാളിന്റെ പ്രസംഗത്തിന്റെ പ്രതിഫലനമാണ്, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് ഞാൻ കരുതുകയാണ്. അല്ല സ്മൃതി ഒരു മിനിറ്റ്. സ്മൃതി പറഞ്ഞ തെറ്റാണ്. കേജ്രിവാളിനെ പോലുള്ള ഒരു ക്രിമിനല് അഴിമതി കേസിൽ പെട്ട് ജയിലിൽ കിടന്ന് ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയ ആള്, അയാൾ നടത്തുന്ന ഒരു ഗിരിപ്രഭാഷണത്തെ നിങ്ങളൊക്കെ തലയിലേറ്റാൻ തുടങ്ങുമ്പോ അദ്ദേഹം നടത്തുന്ന ഗിരിപ്രഭാഷണത്തിന് മുമ്പ് സുപ്രീം കോടതി നടത്തിയ ചില വിധിയിലെ പരാമർശങ്ങൾ കൂടിയുണ്ടല്ലോ, അതുകൂടി ചേർത്ത് വായിക്കണം. ശ്രീ KVS, താങ്കളിലേക്ക് വരാം. പിന്തുണയ്ക്കുന്ന നിലപാടുകളോടാണ് സഹതാപം. അത് പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ പിന്തുണയ്ക്കുക എന്ന് കൂടിയാണല്ലോ. ഷൈജു മഠത്തിൽ ആ പ്രതിനിധി ഷൈബു കേട്ടല്ലോ, കേജ്രിവാൾ ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു കള്ളനാണ് എന്ന രൂപത്തിലാണ് BJP പ്രതികരിക്കുന്നത്. BJP ഡൽഹി ഘടകത്തിനും ആ രൂപത്തിൽ തന്നെ പ്രതികരിക്കണമെന്ന നിർദ്ദേശമുണ്ട്. കേജ്രിവാളിനെ വലിയ രൂപത്തിൽ അവതരിപ്പിക്കുന്നു പ്രതിപക്ഷം എന്നുള്ള കാര്യം അറിയാം. ഇന്നിപ്പോൾ 4ാം ഘട്ടത്തിന്റെ കൊട്ടിക്കലാശത്തിന്റെ നേതൃത്വം കേജ്രിവാളിനാണ്. കേജ്രിവാളിന്റെ ഇന്നത്തെ ശക്തമായ വാക്കുകൾ അത് ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നാണ്? എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മോദി ഇനി പ്രധാനമന്ത്രിയാകില്ല, ഇവിടെ ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ് ഷൈബു മഠത്തിൽ? നോക്കൂ സ്മൃതി, ശ്രീ KVS ഹരിദാസിനെ പോലുള്ള BJPയുടെ നേതാക്കളെ ഇത്രയധികം വിളറി പിടിപ്പിക്കാൻ കെൽപ്പുള്ളൊരു നേതാവാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ. ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിലെ ഹിന്ദി ബെൽറ്റിൽ ജനങ്ങളോട് നേരിട്ട് സംവദിക്കാൻ കഴിവുള്ള നേതാവാണ്. ജനങ്ങളുടെ മേറ്റയിലെ ഏറ്റവും സ്വാധീനശേഷിയുള്ള നേതാവാണ്. അത് ഞങ്ങൾ മത്സരിക്കുന്നത് ആകെ 5 സംസ്ഥാനങ്ങളിലെ 22 മണ്ഡലങ്ങളിൽ മാത്രമാണ്. പക്ഷേ ഹിന്ദി ബെൽറ്റിൽ അങ്ങോളം BJPക്ക് ശക്തിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങളെ സ്വാധീനിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിയും. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. ഞാൻ ഒരു കാര്യം ആദ്യമേ ചൂണ്ടിക്കാണിക്കട്ടെ. ശ്രീ KVS ഹരിദാസ് പറഞ്ഞത് ഞങ്ങൾ ജാമ്യത്തിന് അപേക്ഷിച്ചു ഇല്ല, ഞങ്ങൾ ഒരു കോടതിയിലും വിചാരണ കോടതിയിലോ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഞങ്ങൾ അരവിന്ദ് കെജ്രിവാൾ ജാമ്യാപേക്ഷ കൊടുത്തിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന്, അതായത് PMLA ആക്ട് അനുസരിച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റ് PMLA ആക്ടിലെ സെക്ഷൻ 19 നിഷ്കർഷിക്കുന്ന കണ്ടീഷൻസ് പാലിച്ചിട്ടില്ല, അതിലെ ഒരു കണ്ടീഷൻ പോലും പാലിച്ചിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ആ കേസിൽ പ്രഥമ ദൃഷ്ട്യാ ഒരു മെറിറ്റ് ഉണ്ടെന്ന് സുപ്രീം കോടതിക്ക് തോന്നിയതുകൊണ്ടാണ് ആ കേസിൽ വാദം നടക്കുന്നത്. ആ വാദം ഉടനെ ഒരുപക്ഷെ സുപ്രീം കോടതി അവധിക്ക് പിരിയുന്നതിന് മുമ്പേ, അടുത്ത വെള്ളിയാഴ്ച അവധിക്ക് പിരിയുന്നതിന് മുമ്പേ പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്നുള്ള ഒരു പരിഗണനയിലാണ് സുപ്രീം കോടതിയുടെ തന്നെ സജഷനായിരുന്നു. അതായത് ശ്രീ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തന്നെ ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത്, ഇടക്കാല ജാമ്യം പരിഗണിക്കാം, അതിനുള്ള മറുപടി പറയൂ എന്ന് EDയോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ ജാമ്യാപേക്ഷ കൊടുത്തതല്ല, കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന ഞങ്ങളുടെ വാദത്തിൽ ഒരു മെറിറ്റ് ഉണ്ടോ എന്ന് സുപ്രീം കോടതി കാണുന്നു എന്നാണ് ഞങ്ങളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. കാരണം ശ്രീ KVS ഹരിദാസ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക. ഇവിടെ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം കൊടുത്തത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, ഭാരതത്തിന്റെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ക്യാമ്പയിൻ ചെയ്യാൻ, തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താൻ ഒരു നേതാവിന് ജാമ്യം കൊടുക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ ജയിലിൽ കിടന്ന് മത്സരിച്ചിട്ടുണ്ട്, അതിനൊന്നും ജാമ്യം കൊടുത്തിട്ടില്ല. ഇവിടെ അതിനൊരു കാരണമുണ്ട്. അതിന് കാരണം എന്താ? തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഉടനെ പ്രതിപക്ഷ നേതാക്കളെ ഒക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിടാനാണ് BJP ശ്രമിച്ചത്. അതുകൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 10ഓളം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഒടുവിൽ ഇതെല്ലാം സുപ്രീം കോടതിയിൽ ചെന്നാണ് ഇതിനൊക്കെ റിഡ്രസൽ ഉണ്ടായത്. സുപ്രീം കോടതിയിൽ ചെന്ന് കോടതി ഒരു ഒപ്പീനിയൻ പറഞ്ഞപ്പോഴാണ് അതിൽ അക്കാര്യത്തിൽ തുടർ നടപടി നിർത്തിവെച്ചത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, കോൺഗ്രസിന് തടയായ നടപടി. അപ്പോൾ ഇവിടെ പ്രതിപക്ഷത്തെ പൂർണ്ണമായും കെട്ടിയിട്ട് പ്രതിപക്ഷത്തെ ഗ്രൗണ്ടിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തിയാലേ ജയിക്കാൻ പറ്റൂ.
ശ്രീ നരേന്ദ്രമോദിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാവണം എന്ന് സുപ്രീം കോടതി കരുതി. കാരണം അന്തർദേശീയ തലത്തിൽ ഈ അറസ്റ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതിൻ്റെ മെറിറ്റല്ല, അഴിമതി നടന്നോ ഇല്ലയോ എന്ന വിഷയമല്ല, മറിച്ച് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെ ജയിലിലിട്ടിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചു. ആ കാര്യത്തിനാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിലൂടെ മറുപടി പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട, വളരെ സുപ്രധാനമായ ഒരു വിധിയാണ്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഞങ്ങൾ അരവിന്ദ് കെജ്രിവാൾ അവിടെ റേസ് ചെയ്ത പ്രശ്നം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമോ? ഇത് കെജ്രിവാൾ ബ്രേക്ക് ചെയ്ത ന്യൂസൊന്നുമല്ല, നമ്മൾ ദേശീയ തലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം അവർ 400 സീറ്റ് എന്നൊക്കെ ഒരു ലക്ഷ്യം പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെ 300 സീറ്റ് പോലും കിട്ടില്ല. ഇന്ന് കെജ്രിവാൾ ക്ലിയറായി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, 220-230 സീറ്റ് NDA സഖ്യത്തിന് ലഭിക്കില്ല. അതായത് BJP 200 സീറ്റ് കടക്കില്ല എന്നുള്ളത് കെജ്രിവാൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭൂരിപക്ഷം കുറഞ്ഞാൽ, സീറ്റ് കേവല ഭൂരിപക്ഷത്തിലെത്താൻ സാധിക്കാതെ വന്നാൽ ശ്രീ നരേന്ദ്രമോദിയുടെ പൊളിറ്റിക്കൽ കരിയർ അവിടെ അവസാനിക്കുക. കാരണം BJPക്ക് ഉള്ളിൽ RSSൽ മറ്റ് പ്രധാനമന്ത്രി കാൻഡിഡേറ്റ്സ് തയ്യാറാണ്. നമ്മളിത് ആദ്യമായി കാണുന്നതല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രാജസ്ഥാനിൽ നോക്കൂ, രാജസ്ഥാനിലും മധ്യപ്രദേശിലും സംഭവിച്ചത് നോക്കൂ. അത് കെജ്രിവാൾ എന്ന് സൂചിപ്പിച്ചില്ലേ? അവിടെ വസുന്ധര രാജ സിന്ധ്യയെ മാറ്റി പുതിയ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നില്ലേ രാജസ്ഥാനിൽ? പിന്നെ മധ്യപ്രദേശിൽ പുതിയ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നില്ലേ ഇലക്ഷന് ശേഷം? അതിൽ ആ നേതാക്കളുടെ പേര് പോലും നമുക്ക് പരിചയമില്ലല്ലോ. അവരൊക്കെ RSSന്റെ നേതാക്കളാണ്. അതാണ് BJPയുടെ രീതി. അതായത് ഒരു പ്രായപരിധി കഴിഞ്ഞാൽ 75 വയസ്സ് കഴിഞ്ഞാൽ മാറ്റി നിർത്തും. മാത്രമല്ല ഇവര് മോഡിയുടെ ഈ ഇലക്ഷനിൽ മോഡിക്ക് ലക്ഷ്യം വെക്കുന്ന സീറ്റുകൾ തികയ്ക്കാൻ സാധിക്കാതെ വന്നാൽ മോദിക്ക് പാർട്ടിക്കകത്ത് വലിയ തിരിച്ചടി ഉണ്ടാവും, BJPക്കകത്ത് വലിയ സംഘർഷം നടക്കുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും BJP എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസ് 50 തികക്കില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഒഡീഷയിലെ റാലിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഇപ്പോഴും BJPക്ക് ഉണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഷൈബു, സ്മൃതി ഒന്നുകൂടെ ആവർത്തിക്കാം ചോദ്യം. ഇന്ന് ഒഡീഷയിൽ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് മോദി പറയുന്നത്, ചോദ്യം ഒന്ന് ആവർത്തിക്കാവോ? കേൾക്കാമോ? ഒഡീഷയിലെ റാലിയിൽ ഇന്ന് മോദി പറഞ്ഞത് 400 പാർ ആവർത്തിക്കുകയാണ്, കോൺഗ്രസ് 50 തികക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. അല്ല, തിരിച്ചാ 400 എന്നൊരു കണക്ക് കാണാതെ പഠിച്ച പോലെ മോഡി ഉരുവിടുന്നുണ്ട് എങ്കിലും മോദിയുടെ ആത്മവിശ്വാസം കുറഞ്ഞിട്ടല്ലേ? സ്മൃതി തന്നെ കാണുന്നില്ലേ, നമ്മളെല്ലാവരും കാണുന്നില്ലേ? ആദ്യത്തെ 2 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടെ ആദ്യഘട്ടത്തിലെ തെക്കേ ഇന്ത്യയിൽ അവർക്ക് വലിയ പ്രതീക്ഷയില്ല, ശരി തന്നെയാണ്. പക്ഷേ അങ്ങനെ അല്ലല്ലോ, 2ാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പം 3ാം ഘട്ടത്തിൽ ഗുജറാത്തിലെ ഇലക്ഷൻ കൂടെ കഴിഞ്ഞതോടെ ഉത്തർപ്രദേശിലെ വലിയൊരു പ്രദേശത്തെ ഇലക്ഷൻ കഴിഞ്ഞില്ലേ? മോദിക്ക് ആത്മവിശ്വാസം ഭയങ്കരമായി കുറഞ്ഞതുകൊണ്ടാണല്ലോ അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞ്, അദ്ദേഹം ഒരുപാട് വർഗീയത പറഞ്ഞു. ഈ കഴിഞ്ഞ രാജസ്ഥാനിലും മറ്റുമൊക്കെ നടന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അദ്ദേഹം വലുതായി വർഗീയത പറഞ്ഞു. അതൊരു വിഷയം. പക്ഷെ അത് മാത്രമല്ലല്ലോ, ഈ കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പ് അദ്ദേഹം എന്താ പറഞ്ഞേ? അദ്ദേഹം അദാനിയും അംബാനിയും തള്ളി പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞേ? പിന്നെ രാഹുൽ ഗാന്ധി അഡ്രസ് ചെയ്യുമ്പോൾ അദ്ദേഹം ചോദിക്കുക, കിത്തന മാൽ ഉഠായ, ടെമ്പോയില് കാലാധൻ കയറ്റിക്കൊണ്ട് പോയില്ലേ എന്നൊക്കെ ചോദിച്ചേ. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന ഫിഗറിനെ, അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ഒരു ഡീലുണ്ടാക്കി അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കി മാറ്റിയത് 2011 മുതൽ തുടങ്ങിയ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് തുടങ്ങി വെച്ചത് ശരിക്കും BJPയോ RSSോ അല്ല, അത് തുടങ്ങി വെച്ചത് അംബാനിയും അദാനിയുമാണ്. അവർ തുടങ്ങി വെച്ച ആ പ്രോസസ് അല്ലേ? അപ്പം അദാനി എന്ന് പറയുന്നത് ശരിക്കും മോഡിയുടെ ഒരു സുഹൃത്തല്ലേ? എന്തുകൊണ്ടാണ് അവരെ തള്ളി പറയുന്ന സാഹചര്യം ഉണ്ടായത്? കാരണം ഇതാണ്. കാരണം അംബാനിക്കും അദാനിക്കും വരെ തോന്നി മോദി വീഴാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവർ രാഹുൽ ഗാന്ധിക്ക് കൂടെ കോൺഗ്രസിന് കൂടെ അവർ ഫണ്ട് കൊടുക്കാൻ തുടങ്ങി. അതാണ് മോഡി വിളിച്ചു പറയുന്നത്. മോദി അസ്വസ്ഥനാവുകയാണ് എന്നുള്ളതിന്റെ ഒരുപാട് തെളിവുകൾ വന്നു കഴിഞ്ഞു. അപ്പം മോഡിയുടെ ശരീരഭാഷയിലും സംസാരത്തിലും അദ്ദേഹത്തിന് പഴയ കോൺഫിഡൻസ് ഇല്ല, പഴയ മോദി തരംഗം ഇന്ത്യയിലില്ല. അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. മാത്രമല്ല BJP വയ്ക്കുന്ന അജണ്ടകൾ നോക്കൂ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJP സെറ്റ് ചെയ്ത അജണ്ടയുടെ പുറകെ പോവുകയായിരുന്നില്ലേ കോൺഗ്രസും മറ്റും? ഇപ്പോഴെങ്ങനെയാണോ? അല്ല, ഇന്ത്യ സഖ്യം സെറ്റ് ചെയ്യുന്ന അജണ്ടയുടെ പുറകെ BJP വരികയാണ്. ഇന്ന് ഈ വിഷയം അരവിന്ദ് കെജ്രിവാൾ എടുത്തിട്ടപ്പോൾ അതിനോട് BJPക്ക് പ്രതികരിക്കേണ്ടി വന്നില്ലേ? അമിത്ഷാ വന്ന് പ്രതികരിച്ചില്ലേ? അരവിന്ദ് കെജ്രിവാൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. 21 ദിവസം എണ്ണി തിട്ടപ്പെടുത്തിയ 21 ദിവസമാണ് അരവിന്ദ് കെജ്രിവാളിന് കോടതി നൽകിയത്. ആ 21 ദിവസം ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിന് മറുപടി പറയുന്നതിനപ്പുറം കേജ്രിവാളിന് നേരിട്ട് മറുപടി പറയുന്നതിലേക്ക് അമിത്ഷാ അടക്കം എത്തുകയാണ്. കാരണം മർമ്മത്താണ് കൊടുക്കുന്നത്. മോദി പ്രധാനമന്ത്രിയാകില്ല, ഇനി അങ്ങോട്ട് ഏതൊക്കെ നേതാക്കളുടെ തലയുരുളും എന്ന് പറഞ്ഞുകൊണ്ട് കേജ്രിവാൾ BJPക്ക് അകത്ത് അസ്വസ്ഥത സൃഷ്ടിക്കുകയാണ്.
BJPയുടെ അതേ ശൈലിയിൽ തിരിച്ചടിക്കുന്നു. അത് മറ്റു കാര്യങ്ങളിലുമുണ്ട്. ഹനുമാൻ ചാലിസ ചൊല്ലിക്കൊണ്ട്, ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മധ്യവർഗ വോട്ട് ആ രൂപത്തിൽ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവരുടെ പ്രചാരണ രീതിയിലും അവരുടെ ആശയത്തിലും ഒക്കെ അതുണ്ട്. അത് വലിയ രീതിയിൽ പ്രതിഫലിക്കും എന്നല്ലേ കരുതേണ്ടത്? കോൺഗ്രസിന് സാധിക്കാത്തത് ആപ്പിന് സാധിക്കുന്നു. അതിൽ കുറെ ശരികളുണ്ട് സ്മൃതി. കാരണം കോൺഗ്രസിന്റെ ഐഡിയോളജിക്കൽ ബേസ് എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ പോലെയല്ല. അപ്പൊ കോൺഗ്രസിന് കുറെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുണ്ടാവും. വ്യത്യസ്തമായിട്ട് നിലപാടുകൾ ഉള്ളപ്പോൾ തന്നെയാണ് ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും CPM അടക്കമുള്ള മറ്റ് ഘടകകക്ഷികളുമായിട്ട് ചേർന്ന് ഇന്ത്യ മുന്നണി രൂപീകരിക്കുകയും ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുന്നണിയിലുള്ള ഓരോ പാർട്ടികൾക്കും അവരുടെ സ്വന്തം അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള പ്രചരണങ്ങൾ നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന്റേതായ എല്ലാ മെറിറ്റും അതിന്റേതായ എല്ലാ ഗുണങ്ങളും ഇന്ത്യ മുന്നണിക്ക് ആകമാനം കിട്ടുന്നതുമായിരിക്കും. ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തു വരുമ്പോൾ ഏറ്റവും അധികം പേടിക്കുന്നത് നരേന്ദ്രമോദിയും BJPയും ആണെന്നുള്ള കാര്യത്തിൽ ഈ രാജ്യത്ത് ഒരാൾക്കും തർക്കം ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ഒരു മുഖ്യ പ്രതിപക്ഷ കക്ഷി നേതാവിനെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ നോക്കുകയാണ് ED പോലെയുള്ള അന്വേഷണ ഏജൻസികൾ എന്ന് പറഞ്ഞാൽ അത് BJPയുടെ വേട്ട നായ്ക്കളാണ്. അതിനപ്പുറത്ത് വേറെ ഒന്നും പറയാനില്ല അത്തരം ഏജൻസികളെ കുറിച്ചിട്ട്. മറ്റൊരു മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജയിലിലാണ്. അതുപോലെ പ്രതിപക്ഷ നേതൃത്വ നിലയിൽ നിൽക്കുന്ന BJPക്ക് ഭീഷണി വരുന്ന രീതിയിൽ സംസാരിക്കുന്ന നാവിന് ശേഷിയുള്ള നേതാക്കന്മാരെ ജയിലിലിടുന്നു, അല്ലെങ്കിൽ അയോഗ്യരാക്കുന്നു, അല്ലെങ്കിൽ പിന്തുടർന്ന് വേട്ടയാടുന്നു, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നോക്കിയിട്ടും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിൽ എത്തിയപ്പോഴാണ് നരേന്ദ്രമോദി വിഷമോപിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ തികച്ചും കള്ളം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മോദിയുടെ പരമ്പരാഗത തന്ത്രങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ യേശുന്നില്ല. ജാതിയും വർഗവും മതവും പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങൾ ഏൽക്കുന്നില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ മട്ടൻകറി വിവാദം പറഞ്ഞിട്ട് ഏറ്റില്ല. കൂടുതൽ മക്കളുണ്ടാക്കുന്നവർക്ക് സമ്പത്ത് വീതം വെച്ചു കൊടുക്കുമെന്ന് പറയുന്നത് അതൊന്നും ഏറ്റില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പോലും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കളിക്കാരെ തീരുമാനിക്കും എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രത്തോളം തരം താണ ഒരു നേതാവായിട്ട് BJPയുടെ പോലെ ഒരു പ്രാദേശിക നേതാവ് പോലും ഇത്രത്തോളം മോശമായിട്ടുള്ള ഭാഷയിൽ മോശമായിട്ടുള്ള ശൈലിയിൽ പ്രസംഗിക്കുമെന്ന് നമ്മൾ ആരും വിചാരിക്കുന്നില്ല. അത്രത്തോളം സ്വപ്നത്തിൽ പോലും ആരും വിചാരിക്കാത്ത അത്രയും മോശപ്പെട്ട ഭാഷയിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ നിറച്ചു നിൽക്കുന്നത് നരേന്ദ്രമോദി മാത്രമാണ്. മറുവശത്ത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന 10 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച BJPയുടെ ഏറ്റവും വലിയ നേതാവിന്റെ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും സന്നാഹങ്ങളും ഉള്ള ഒരു നേതാവിന്റെ ആത്മവിശ്വാസം തകർന്നുപോയി എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഓരോ വാക്കുകളും ഓരോ പ്രസംഗങ്ങളും. അദ്ദേഹം തന്റെ 10 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടല്ല ഒരു തെരഞ്ഞെടുപ്പ് റാലിയും അഭിസംബോധന ചെയ്യുന്നത്. ജാതിയും മതവും വർഗവും വർണ്ണവും അതുപോലെ വിദ്വേഷ പ്രസംഗങ്ങളും വെറുപ്പും മാത്രം വിളമ്പിക്കൊണ്ടാണ്. മറുവശത്ത് രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കന്മാർ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ എത്തി നിൽക്കുന്നു. BJP തോൽക്കുമെന്നും ഇനി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകില്ല എന്നും പറയുന്ന അത്രത്തോളം ആത്മവിശ്വാസത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരിക്കുന്ന ഈ പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷന് നേതൃത്വം കൊടുത്ത ഒരു വലിയ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് പപ്പു എന്ന് വിളിച്ചവർ തന്നെ ഇന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തെ ഭയപ്പെടുന്ന രീതിയിലേക്ക് വരുന്നു. അതുപോലെ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ പോലെയുള്ള നേതാക്കന്മാരൊക്കെ ഇന്ത്യ മുന്നണിയിലെ ഓരോ പാർട്ടിയുടെയും നേതാക്കന്മാരെ നരേന്ദ്രമോദി പേടിച്ച് വിറച്ചാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഹരിദാസ് വാഷിനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞില്ലേ അദ്ദേഹത്തിന് സഹതാപമാണെന്ന്. അദ്ദേഹം ഈ പൊട്ടിത്തെറിച്ചതിന്റെ ഒക്കെ കാരണം എന്താ? മോദി തോക്കാൻ പോകുന്നു എന്ന് മറ്റാരേക്കാളും കൃത്യമായിട്ട് അറിയാവുന്നത് BJPക്കും BJPയുടെ നേതാക്കന്മാർക്കും തന്നെയാണ്. ദേശീയ തലത്തിൽ മാധ്യമങ്ങളുടെ പോലും പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അവരുടെ പോലും സ്റ്റാൻഡിൽ ചില മാറ്റങ്ങൾ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. മോദിയുടെ പ്രശ്നം എന്താണെന്നറിയോ? അദ്ദേഹം ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഒരിക്കലും പരാജയം അറിയാത്ത നേതാവാണ്. അദ്ദേഹം ആദ്യമായിട്ട് നിയമസഭയിൽ മത്സരിക്കുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു. അദ്ദേഹം ആദ്യമായിട്ട് പാർലമെന്റിൽ മത്സരിക്കുന്നു, പ്രധാനമന്ത്രിയാകുന്നു. അദ്ദേഹത്തിന് എല്ലാം തങ്കത്തളികൾ വെച്ച് നീട്ടിയിട്ടേ ഉള്ളൂ. അദ്ദേഹം ഈ പ്രയാസപ്പെട്ട് മത്സരിച്ച് ക്യാമ്പയിൻ നടത്തി ജയിച്ചു വന്നൊരു നേതാവല്ല. അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന ആകെയുള്ളത് അദ്ദേഹത്തിന് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല, ചരിത്രത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല, ശാസ്ത്രത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല, മറ്റൊന്നിനെ കുറിച്ചും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് അദ്ദേഹം എടുത്ത് ഉപയോഗിക്കുന്നു. വെറുപ്പ്, വിദ്വേഷം ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നു. അതൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹം എന്നും ഈസി ആയിട്ട് കംഫർട്ട് സോണിൽ ജയിച്ച് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ ആയ ആളായതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഈ തോൽവിയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. BJP അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയാൽ നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവാകാൻ പോലും സാധ്യതയില്ല. കാരണം BJPക്കകത്ത് ആഭ്യന്തരമായിട്ട് അന്തചിത്രങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ ഒരുപാട് കാരണങ്ങളുണ്ട്. ഗുജറാത്തിൽ പോലും പല സ്ഥാനാർത്ഥികളും മാറ്റി നിർത്തപ്പെടേണ്ട സാഹചര്യം വരുന്നു. സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്തതിനു ശേഷം മാറ്റി നിർത്തപ്പെടുന്നു. 191 സീറ്റ്
സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് കടന്നപ്പോൾ അതിൽ 101 സ്ഥാനാർത്ഥികളും സിറ്റിംഗ് എംപിമാരെ മാറ്റി പരീക്ഷിക്കേണ്ട ഗതികേടിലേക്ക് പോകുന്നു. BJP ആണ് ഈ രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ന് ഭയമില്ല. കാരണം 10 വർഷക്കാലം ഇവരുടെ വേട്ടയാടലുകൾ നിരന്തരം സഹിച്ച് അതിനെല്ലാം അതിജീവിച്ച് കടന്നു വരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ന് BJP പേടിയില്ലാതെ 56 ഇഞ്ച് അളവൊന്നും ഇല്ലെങ്കിലും എല്ലാവരും നെഞ്ച് എന്ന് വെല്ലുവിളിക്കുമ്പോൾ മോദി പേടിച്ചൊളിച്ചിരിക്കുന്നതിന്റെ എവിടെ ഒളിക്കുന്നത്? വർഗീയതയുടെയും അല്ലെങ്കിൽ ഇത്തരം ജാതിയുടെയും കാർഡുകൾ ഇറക്കി അതിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നതിന്റെ ലക്ഷണം എന്താ? അതിന് തോൽക്കാൻ പോകുന്നത് ഇവർക്ക് തിരിച്ചറിയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട മോദിയും ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ഇന്ത്യ മുന്നണി നേതാക്കന്മാരും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ് ഈ നടക്കാൻ പോകുന്നത്. ഓരോ ഘട്ടം കഴിയും തോറും BJP എടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയും ഏൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണി എടുക്കുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയൊക്കെ വിജയം കാണുന്ന ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ കൃത്യമായിട്ട് 10 വർഷത്തെ ഇദ്ദേഹത്തിന്റെ ഭരണത്തെ ഇഴകീറി പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടാണ് പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ടുള്ളത് എന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. അത് തന്നെയാണ് ഇനി വരാൻ പോകുന്ന ഓരോ ഘട്ടത്തിലും നടക്കാൻ പോകുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ കേജ്രിവാൾ സ്ഥിരമായി പറയുന്ന ഒരു കാര്യം, ബാബാ സാഹിബ് തേരാ അധൂരാ സപ്ന കേജ്രിവാൾ കരേഗാ പൂര. അതായത് ഒരേ സമയം ഹനുമാൻ ചാലിസ ചൊല്ലുന്നു, അതോടൊപ്പം തന്നെ അംബേദ്കറെ സ്വപ്നം നിറവേറ്റുമെന്നും പറയുകയാണ്. ഒരു പ്രത്യേകതരം കോമ്പിനേഷനാണ്. BJPയെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ഒരു പ്രത്യേകതരം രീതി അദ്ദേഹം സ്വാംശീകരിക്കുന്നു. അത് ഒരു രാഷ്ട്രീയ കൗശലം എന്ന രീതിയിൽ അതിനെ പുകഴ്ത്താമെങ്കിലും അത് നൽകുന്ന സന്ദേശം എത്രത്തോളം ഗുണകരമാണ്? സ്മൃതി, ഒരു പരിധിവരെ അത് രാഷ്ട്രീയ കൗശലം ആണ് എന്ന് സമ്മതിക്കുന്നു. പക്ഷേ ഒരു വലിയ പ്രതീകാത്മകത അതിനകത്തുണ്ട്. നമ്മൾ നോക്കൂ, BJPയുടെയും കോൺഗ്രസിൻ്റെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ NDA മുഴുവനായി എടുത്താലും ഇന്ത്യ മുന്നണി മുഴുവനായി എടുത്താലും ഇത് രണ്ടിൻ്റെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സപ്പോർട്ട് ബേസും വ്യത്യസ്തമാണ്. ഇവിടെ വ്യത്യസ്തമായി നിൽക്കുന്ന ഏക കക്ഷി ആം ആദ്മി പാർട്ടിയാണ്. ഇന്ത്യ മുന്നണിക്കകത്ത് ഈ ഹനുമാൻ ചാലിസ പാടുകയും അത് ഹൈന്ദവ മൃദു ഹിന്ദുത്വ ഒരു പോളിസി ഒരു പരിധിവരെ മധ്യവർഗത്തെ കൂടി ആകർഷിക്കാൻ കഴിയുന്ന നഗര വോട്ടർമാരെ, മധ്യവർഗത്തെ, ഒരു വിശ്വാസ സമൂഹത്തെ, ഹൈന്ദവ വിശ്വാസ സമൂഹത്തെ എല്ലാം കൂടെ ചേർത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു BJP നയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോളിസിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കൗശലം നിറഞ്ഞ പോളിസി. അത് തീർച്ചയായിട്ടും കൗശലം എന്ന വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഇതിൻ്റെ ഒരു വാല്യൂ ഇന്ത്യ മുന്നണിക്കകത്ത് കേജ്രിവാൾ കൊണ്ടുവരുന്ന ഒരു വാല്യൂ വളരെ വലുതാണ്. അപ്പം ഇന്ത്യ മുന്നണിക്ക് ജാതീയമായി ലഭിക്കേണ്ട വോട്ടുകളുണ്ട്. സമാജ്വാദി പാർട്ടി മുസ്ലിം യാദവ് കോമ്പിനേഷൻ്റെ പാർട്ടിയാണ്. രാഷ്ട്രീയ ജനതാദളാണെങ്കിലും യാദവ് OBC വോട്ടുകളാണ് അവർ കൊണ്ടുവരേണ്ടത്. ദ്രാവിഡ വോട്ടുകൾ കൊണ്ടുവരേണ്ട DMK ഉണ്ട്. അതുകൊണ്ട് ഓരോ ഘടകകക്ഷിക്കും കൊണ്ടുവരേണ്ട വോട്ടുകളുണ്ട്. അത് ജാതീയമായും പ്രാദേശികമായും സ്വരൂപിക്കേണ്ട വോട്ടുകളുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ജാതി സെൻസസ് നൽകുന്ന ഒരു വലിയ വിശ്വാസ്യത, OBCക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ. ഇതെല്ലാമാണ് ഇന്ത്യ മുന്നണിയുടെ പ്രകടമായ ഒരു ബലം. ഇതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണി വോട്ടർമാരോട് സംവദിക്കാൻ നോക്കുകയാണ്. നിങ്ങൾ BJPക്ക് 370 സീറ്റും NDA മുന്നണിക്ക് 400 സീറ്റും കൊടുത്താൽ അതിനർത്ഥം എന്താണ്? 3-2 ഭൂരിപക്ഷത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യവും നരേന്ദ്രമോദിയും വീണ്ടും അധികാരത്തിൽ വരും. അങ്ങനെയെങ്കിൽ ഭരണഘടന ഒരുപക്ഷെ ഭേദഗതി ചെയ്തു പോകാം. അങ്ങനെ ഭരണഘടന ഭേദഗതി ചെയ്താൽ ഒരുപക്ഷെ OBCകൾ അനുഭവിക്കുന്ന സംവരണം ഉൾപ്പെടെ നീങ്ങിപ്പോകാം. ഈ ഒരു വലിയൊരു ഫിയർ ഫാക്ടറാണ് അവിടെ വിതയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഹൈന്ദവ വോട്ടുകളുടെ ഒരു ഭാഗം BJPയിൽ നിന്നും നേരിട്ട് അടർത്തിയെടുക്കാവുന്ന ഹൈന്ദവ വോട്ടുകളും BJPയിൽ നിന്നും വരാവുന്ന ഒരു മോഡിയെ ഒരു വികസന നായകനായി കാണുന്ന ഒരുപാട് മധ്യവർഗ ആളുകളുണ്ട്. ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് കൊടുക്കാൻ കഴിയുന്ന ആളുകളെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മധ്യവർഗ താല്പര്യങ്ങൾ, വ്യവസായ താല്പര്യങ്ങൾ, കമ്പോള താല്പര്യങ്ങൾ എല്ലാം സംരക്ഷിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റായി ശ്രീ നരേന്ദ്രമോദിയെയും അദ്ദേഹം നേതൃത്വം നൽകുന്ന സംവിധാനത്തെയും കാണുന്ന ഇന്ത്യയുടെ ഒരു എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് ഉണ്ട്. ആ എഡ്യൂക്കേറ്റഡ് അർബൻ മിഡിൽ ക്ലാസ്സിലേക്കാണ് കേജ്രിവാളിൻ്റെ സന്ദേശം എത്തുന്നത്. അതുകൊണ്ട് മോദിയുടെ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ NDAയുടെ വോട്ട് ബാങ്കിലേക്ക് നേരിട്ട് കടന്നു കയറാൻ കഴിയുന്ന ഒരു ട്രോജൻ ഹോഴ്സ് കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ വളരെ സിംബോളിക്കായി ഈ ഒരു ഹനുമാൻ ക്ഷേത്രത്തിലെ സന്ദർശനം, ഇന്ന് ഉച്ചയ്ക്ക് 11 മണിയായപ്പോൾ ഹനുമാൻ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നു. അത് വളരെ ബോധപൂർവം തിരഞ്ഞെടുത്തൊരു കാര്യമാണ്. അതുമാത്രമല്ല, എവിടെയാണ് ആഞ്ഞടിക്കേണ്ടതെന്ന് കേജ്രിവാളിനറിയാം. അപ്പം മർമ്മത്തിൽ തന്നെ
പ്രഹരിക്കാനുള്ള ഒരു കഴിവ്, BJPയുടെ ദൗർബല്യങ്ങളെ തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ BJPയുടെ ഒരു മെയിൻ കോർ കോമ്പറ്റൻസിയെ തിരിച്ചറിഞ്ഞ് അതേ കോർ കോമ്പറ്റൻസിയിലേക്ക് തന്നെ ഇരച്ചു കയറുമ്പോഴാണ് തനിക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത് എന്ന തിരിച്ചറിവും അരവിന്ദ് കെജ്രിവാളിനുണ്ട്. അങ്ങനെയാണോ ശ്രീ KVS ഹരിദാസ്? അങ്ങനെ കേജ്രിവാൾ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായും ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിങ്ങൾ പറയുന്ന കാര്യം തന്നെ വേറൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ജയിലിലടയ്ക്കാം എന്ന രൂപത്തിലേക്ക് തീരുമാനം പോകുന്നു. അതാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കറൻസിൽ ഇപ്പോൾ ലക്ഷ്മിയുടെയും ഗണപതിയുടെയും ഫോട്ടോ വെക്കണമെന്ന കേജ്രിവാൾ നേരത്തെ പറഞ്ഞത് നമുക്കറിയാം. മുസ്ലിം രാജ്യമായിട്ടും നോട്ടീസിൽ ഗണപതിയുടെ ചിത്രം ഇന്തോനേഷ്യ വെക്കുന്നുണ്ടെന്ന കഥ വരെ കേജ്രിവാൾ പറഞ്ഞാണ്. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ എതിർക്കണമെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ കേജ്രിവാളിന് അത് നിങ്ങൾക്കെതിരെ നിങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കണമെന്നറിയാം. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങളുടെ വോട്ട് ബാങ്കിൽ കടന്നു കയറുന്ന നേതാവ്, ആ നേതാവിനെ ഇനി എങ്ങനെയാണ് നിങ്ങൾ നേരിടാൻ പോകുന്നത്? അദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. 15 ദിവസം 21 ദിവസമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഈ 15 ദിവസത്തിനകം ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഇന്ന് പ്രസംഗിക്കുമ്പോൾ പറയുകയാണ്. അല്ല സ്മൃതി, നിങ്ങൾക്കൊക്കെ കേജ്രിവാളിനോട് തോന്നുന്ന ഈ വലിയ വലിയ ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം ഒന്നും കൂടി പരിശോധിക്കാൻ ഉള്ള ശ്രമം നടത്തുക. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ വാരണാസി പോയി മോഡിക്കെതിരായിട്ട് മത്സരിച്ചത്. എത്ര വോട്ട് കിട്ടി? കഴിഞ്ഞ തവണ ഗോവയിൽ പോയി മത്സരിച്ചു. ഹനുമാൻ ചാലിസയും അതുപോലെ അന്ന് പള്ളിയിലും കയറി ഇറങ്ങി അവിടെ പോയിട്ട്. എത്ര സീറ്റ് കിട്ടി അവിടെ? കഴിഞ്ഞ തവണ ഗുജറാത്തിൽ പോയി നരേന്ദ്രമോദിയെ ഇല്ലായ്മ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നല്ലോ അദ്ദേഹം ഗുജറാത്തിൽ പോയത്. ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടി? അതിനൊപ്പം ആം ആദ്മി ചെന്നപ്പോൾ കോൺഗ്രസ്സുകാരും തകർന്നടിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇതിനേക്കാൾ വില്ലാളി വീരനായിട്ട് നിൽക്കുകയായിരുന്നില്ലേ? ഡൽഹി ലോക്സഭയിൽ എന്താ സംഭവിച്ചത്? ഡൽഹി ലോക്സഭയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞു എന്ന് പറയുമ്പോഴാണല്ലോ നിയമസഭയിൽ വീണ്ടും ഉയർന്നു വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ എൻ്റെ സ്മൃതി ഒന്ന് മുഴുവൻ പൂർത്തിയാക്കാൻ സമ്മതിക്കുമോ? ശരിയാണ്, സ്മൃതിയുടെ വാദഗതി വേണമെങ്കിൽ സ്മൃതിക്ക് ഉന്നയിക്കാം. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള സാഹചര്യം വേറെയാണ്, വോട്ടിങ്ങിൻ്റെ രീതി വേറെയാണ്. 2019 ഡൽഹിയിലെ 7 സീറ്റും BJP ജയിച്ചു. അന്ന് കോൺഗ്രസിന് എത്ര ശതമാനം വോട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര ശതമാനം വോട്ടുണ്ടായിരുന്നു? ആ കണക്ക് വച്ചാൽ ഇത്തവണയും ഡൽഹി ഞങ്ങൾ സ്വീപ്പ് ചെയ്യും. ഇപ്പം ഡൽഹിയിലാണല്ലോ ഈ 7 സീറ്റിന് വേണ്ടിയിട്ടാണല്ലോ ഈ വലിയ ബഹളം മുഴുവൻ. ഞങ്ങൾക്കൊരു സംശയമില്ല, ഡൽഹിയിലെ 7 സീറ്റും ക്ലീൻ സ്വീപ്പ് നടത്താൻ കഴിയുന്ന നിലയിലാണ് BJP ഉള്ളത്. ഇനി കേജ്രിവാൾ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, പഴയ കേജ്രിവാളല്ല, ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കേജ്രിവാൾ. നിങ്ങൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ വീരേതിഹാസത്തെക്കുറിച്ചാണ്. ഇത് അഴിമതി കേസിൽപ്പെട്ട് 19 ദിവസം ജയിലിൽ കിടന്ന അഴിമതിക്കാരനായ ഇടക്കാല ജാമ്യത്തിലിറങ്ങിയ കേജ്രിവാളാണ്. അത്തരം ഒരു വ്യക്തി ചെന്ന് ഡൽഹിയിലും ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലും പോയി പ്രസംഗിക്കുമ്പോൾ പോക്കറ്റടിക്കാരൻ വന്ന് വോട്ട് ചോദിക്കുന്നത് പോലെയുള്ളൂ. ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെയും മറ്റും ഗതികേടാണ്. ഇത്തരം ഒരാളെ മുന്നിൽ നിർത്തി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും അതുപോലെ ഖാർഗെയും ഒക്കെ പിൻസീറ്റിലേക്ക് മാറ്റി, അല്ലെങ്കിൽ അഖിലേഷ് യാദവിനെ പിൻസീറ്റിലേക്ക് മാറ്റി. പോക്കറ്റടിക്കാരനെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന കേജ്രിവാളിനെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകി പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങാം, അദ്ദേഹം ഇവിടുന്ന് ഒളിച്ചോടി പോകില്ല എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ അദ്ദേഹത്തെ വേറെ ഒരു കള്ളൻ എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അതിനും ഇന്ന് കേജ്രിവാൾ മറുപടി പറയുന്നുണ്ട്. വലിയ വലിയ കള്ളന്മാരെ നിങ്ങളുടെ കൂടെ ചേർത്ത് ഇപ്പോൾ കള്ളനല്ല എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. നിങ്ങളുടെ കൂടെ ചേരുമ്പോൾ കള്ളന്മാരല്ലാതാകും. അതെങ്ങനെ? സ്മൃതി, ഞാൻ സംസാരിച്ചതിന് ശേഷം താങ്കൾക്ക് സംസാരിക്കാം. ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു സാധനം പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കയറി സംസാരിച്ചാൽ അവിടെ ഒരു ഫ്ലോയിൽ തടസ്സം ഉണ്ടാകുന്നു. എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി പറയാം, പക്ഷേ ഇടയ്ക്ക് കയറി സംസാരിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഇതൊരു റിക്വസ്റ്റാണ്. നിങ്ങളുടെ ചർച്ചയിൽ പലപ്പോഴും ഈ അനുഭവം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല. അദ്ദേഹത്തിന് 8 or 9 തവണ സമൻസ് അയച്ചു.
ഈ ഓരോ തവണയും അദ്ദേഹം ഹാജരായില്ല. നമ്മുടെ ഈ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഒരു അന്വേഷണ ഏജൻസി സമൻസ് അയച്ചിട്ട് ഹാജരായില്ലെങ്കിൽ അതൊരു കുറ്റകൃത്യമാണ്, അറിയാമോ? അത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്ത ആളെയാണ് 9 തവണ കഴിഞ്ഞിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. ചോദ്യം ചെയ്യുന്നതിന് വഴങ്ങാതെ വന്ന സമയത്ത് അറസ്റ്റിനെയും ചോദ്യം ചെയ്താണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. അത് അടുത്ത ആഴ്ച പരിഗണിക്കാനിരിക്കുന്നു. അതെ, സുപ്രീം കോടതി അതൊക്കെ പരിശോധിക്കട്ടെ, അറസ്റ്റിനെ കുറിച്ചൊക്കെ. പക്ഷെ ഒരു കാര്യം സ്മൃതി മറന്നുകൂടാ, അതിനെ ചോദ്യം ചെയ്ത് ഹർജി നിലനിൽക്കുന്ന സമയത്താണ് കോടതി നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 50,000 ഉറുപ്പിക കെട്ടിവെച്ചിട്ട് ഒരാളുടെ ജാമ്യം കൊടുത്തിട്ട് ഇദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയത്. അതിനർത്ഥം എന്താ? ആ കേസ്, നിലവിലുള്ള കേസ് അക്സെപ്റ്റ് ചെയ്തു എന്നാണ് അവിടെ. ഇൻഡയറക്ട്ലി ഹി അക്സെപ്റ്റ് ദാറ്റ് കേസ്. അല്ലെങ്കിൽ അദ്ദേഹം ഇടക്കാല ജാമ്യത്തിൽ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെടുകയല്ലേ ശ്രീ കെ.വി. ഹരിദാസ്? നിങ്ങൾക്ക് കേജ്രിവാളിനെ 2022 മദ്യ നയ അഴിമതി കേസ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ അറസ്റ്റ് ചെയ്തില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് ആലോചിക്കാമായിരുന്നു, അത് ചെയ്തില്ല. ഈ 1.5 വർഷം നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഉയരുന്നത്? ഈ സമയത്ത് എന്തിന് അറസ്റ്റ്? നിങ്ങളുടെ രാഷ്ട്രീയ ദുഷ്ലാക്ക് കോടതിക്ക് ബോധ്യമായത് കൊണ്ടല്ലേ? എന്റെ സ്മൃതി അല്ല സ്മൃതിക്ക് ആം ആദ്മിയുടെ വക്കാലത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം. ഇതൊന്നും സുപ്രീം കോടതി പരിശോധിച്ചിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞത് എന്താ? ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജയിലിലാണ്. അയാളെ ഇതിനു മുമ്പ് പലരും ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ആർ ബാലകൃഷ്ണമുള്ള ജാമ്യത്തിൽ ഇറങ്ങിയിട്ടില്ലേ? ലാലു പ്രസാദ് യാദവിനെ ശിക്ഷിച്ചതാണ് കോടതിയിലാണ്, ജയിലിലായിരുന്നു. ഇപ്പൊ പരോളിൽ ഇറങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ലേ? അതേപോലെ പലരും പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ കൂട്ടത്തില് ബാലകൃഷ്ണപിള്ളയെ പോലെ, ലാലു യാദവിനെ പോലെ കേജ്രിവാളും ഇറങ്ങി. അത്രേ അതിനുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ജയിലിൽ കിടക്കുന്ന ഒരാളെ തടയാൻ നോക്കിയത് അവസാന നിമിഷവും എന്തിനാണ് തടയാൻ ശ്രമിച്ചത്? ഇറങ്ങരുത് എന്ന ആലോചന ഞങ്ങൾ തടയുന്നു. എന്റെ സ്മൃതിയോട് എനിക്ക് ഇതിനകത്ത് വാദിച്ച് ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ചോദിക്കാത്ത ഒരു ആവശ്യം, ഒരു പ്രതി ഉന്നയിക്കാത്ത ഒരു ആവശ്യം കോടതി അംഗീകരിച്ച് കൊടുക്കുന്ന സമയത്ത് അത് ശരിയല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം അവിടുത്തെ അന്വേഷണ ഏജൻസിക്കില്ലേ? അത് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അതിന്റെ വക്കീലന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നെ കോടതി എടുക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് ആ രൂപത്തിൽ നടക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് വരുന്നത്, അല്ലേ? ഒരു കാര്യം ചെയ്യും, സ്മൃതി സംസാരിച്ചോളൂ, ഞാൻ ഇവിടെ നിർത്താം. ദേവി ഇത് എന്നെ ഒഴിവാക്കുക. താങ്കൾക്ക് പതിവില്ലാത്ത രോഷം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇടയ്ക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാനേ പാടില്ല എന്ന് പറയുന്നത് ഏത് രീതിയാണ്? താങ്കൾ എത്ര കാലമായി ചർച്ചയിൽ പങ്കെടുക്കുന്നു ശ്രീ KVS? താങ്കൾ ശാന്തമായി പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി താങ്കൾക്ക് അമിതമായ രോഷമാണ്. അല്ലല്ല സ്മൃതി, എനിക്ക് രോഷമല്ല. പക്ഷെ സംസാരിക്കുന്ന സമയത്ത് കയറി ഇടപെടുന്ന രീതി അതൊരു സാമാന്യ മര്യാദയുടെ ലംഘനമാണ്. നിങ്ങൾ മറ്റുള്ളവർ ഒരു ഘട്ടത്തിൽ പോലും അല്ല നിങ്ങൾ മൂന്ന് പേര് വേറെയുണ്ട്. ആ 3 പേരോട് സ്മൃതിക്ക് ഒരു നാവ് അനങ്ങിയില്ല. അവർ വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴും അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോഴും മിണ്ടിയില്ല. നിങ്ങൾ രാഷ്ട്രീയത്തിന് ചേരാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ആക്ഷേപം. ഞാൻ ഇറങ്ങിപ്പോവാതിരിക്കാം, പക്ഷേ ഇത്തരത്തിലുള്ള ചൊറന്നാൽ BJPയുടെ പലരും ഇറങ്ങിപ്പോയിട്ടുണ്ട്. അറിയാലോ സ്മൃതിക്ക്, പലരും ഇറങ്ങിപ്പോയിട്ടുണ്ട് നിങ്ങളുടെ ചർച്ചയിൽ നിന്ന്. ഞാൻ ഇറങ്ങിപ്പോകാത്തത് ഞാനൊരു മാധ്യമപ്രവർത്തകൻ ആയതുകൊണ്ട് കൂടിയാണ്, ഒരു മാധ്യമപ്രവർത്തകനായിരുന്നത് കൊണ്ട് കൂടിയാണ്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ അടുത്ത ആളോട് ചോദ്യം ചോദിച്ചോളൂ. പോയിന്റ് പൂർത്തിയാക്കിയിട്ട് ഞാൻ ഇടവേളയിലേക്ക് പോകും. താങ്കൾ പൂർത്തിയാക്കും. ഞാനില്ല, എനിക്കിനി ഒന്നും പറയാനില്ല. നിങ്ങൾ സംസാരിച്ചോളി, ഞാൻ ഇറങ്ങി പോകുന്നില്ല ഇവിടുന്ന്. ഇങ്ങനെ പിണങ്ങാൻ മാത്രം എന്താ ഉണ്ടായത്? ഞാൻ ഇടയ്ക്കൊരു ഉപചോദ്യം ചോദിക്കുകയല്ലേ ചെയ്തുള്ളൂ. ഒരിക്കലല്ല സ്മൃതി. കഴിഞ്ഞ ഒന്ന് റീപ്ലൈ ചെയ്ത് നോക്ക്. കഴിഞ്ഞ 4 മിനിറ്റിനിടയ്ക്ക് എത്ര തവണ നിങ്ങൾ ഇടപെട്ടു എന്ന്?
ഒരു കാര്യം, എൻ്റെ കാര്യം പ്രസന്റ് ചെയ്യാൻ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറായി വരുമ്പോൾ നിങ്ങളുടെ ഇടപെടൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഞാനത് സൂചിപ്പിച്ചു താങ്കളോട്. ശരി, ഞാനത് സൂചിപ്പിച്ചു എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന്. അതിനുശേഷവും താങ്കൾ അതിനകത്ത് ഇടപെടാൻ ശ്രമിച്ചു. താങ്കൾക്ക് അതിനകത്ത് ഒരു അമിത ആവേശം കാണിക്കുക ആങ്കറുടെ ജോലിയല്ല താങ്കൾ ചെയ്യുന്ന, പലപ്പോഴും ആങ്കറുടെ ജോലിയല്ല, അതിനേക്കാൾ ഉപരി രാഷ്ട്രീയ നേതാവിനെ പോലെ പെരുമാറുന്നത് കൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരെയും കൊണ്ട് ആങ്കർ എന്ന നിലയിൽ കോർഡിനേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്, ചോദ്യം ചോദിക്കാനുള്ള അധികാരവും ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നാൽ അത് മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഞാൻ ഒരു ചർച്ചയിൽ ഇതുവരെ ഇറങ്ങിപ്പോയിട്ടില്ല. ആകപ്പാടെ കൈരളി ചാനലിൽ നിന്ന് ഒരിക്കലേ ഇറങ്ങിപ്പോയിട്ടുള്ളൂ. അത് സഖി കെട്ടപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവില്ല. കാരണം എനിക്ക് നിങ്ങളുടെ ചാനലിനോടുള്ള അടുപ്പവും ബഹുമാനവും ഉണ്ട്. കുറേ അതിനകത്തുള്ള തലപ്പത്തുള്ള പലരോടുള്ള വ്യക്തിപരമായ അടുപ്പവും കൂടിയുണ്ട്. ഞാൻ ഇറങ്ങിപ്പോകുന്നില്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ളവർ അത് ശ്രദ്ധിക്കണം, മേലാലെങ്കിലും. അത്രേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. നിങ്ങൾക്കൊക്കെ ഒരുപാട് വർഷത്തെ എന്താ പറയുക, മാധ്യമരംഗത്ത് ഇനി ഒരുപാട് കാലം മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് ഒരു പഴയ സുപ്രീം കോടതി എടുത്തിരിക്കുന്ന സുപ്രധാനമായ തീരുമാനം, അത് ചോദിക്കാതെ എടുത്ത തീരുമാനം എന്ന നിലയ്ക്ക് നിങ്ങൾ സുപ്രീം കോടതി കൂടി വിമർശിക്കുന്നു. ഇന്ന് വേറെയും BJP നേതാക്കളിൽ നിന്ന് അത്തരം പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ജുഡീഷ്യറിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. ആ ചോദ്യം ചോദിക്കുമ്പോൾ താങ്കൾ അസ്വസ്ഥനാണ്. താങ്കളുടെ അസ്വസ്ഥത തുടക്കം മുതൽ ഞാൻ കാണുന്നു. ഒന്നും ചെയ്യാം. ഷൈബു മഠത്തിൽ കേട്ടല്ലോ ശ്രീ KVS പറഞ്ഞത്. ഇന്ന് പകൽ സമയത്ത് BJP ദേശീയ നേതാക്കളിൽ നിന്നും ഈ രൂപത്തിൽ പ്രതികരണമുണ്ടായിട്ടുണ്ട്. വിനയ് സഹസ്രബുദ്ധി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോടതി നടപടികളിൽ അതൃപ്തിയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. BJP പറയുന്ന കാര്യം തിരഞ്ഞെടുപ്പിനിടെ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് കോടതി ചില തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. ഒരു തീരുമാനം അല്ല, പല തീരുമാനങ്ങൾ ആ രൂപത്തിൽ BJPക്ക് തിരിച്ചടിയാകുന്ന തീരുമാനങ്ങൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ജുഡീഷ്യറിക്കെതിരെ തിരിയുന്ന രൂപത്തിലേക്ക് BJPയുടെ പ്രതികരണങ്ങൾ വരികയാണ്. എങ്ങനെ കാണുന്നു ആപ്പ്? ഞാൻ അതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ഒരു മിനിറ്റ്. നമ്മളെ ശ്രീ KVS ഹരിദാസ്, അദ്ദേഹവുമായി ഞാൻ പല ചാനലുകളിൽ പല ചർച്ചകളിൽ കഴിഞ്ഞ 10 വർഷം ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ സൗമ്യനായ ഒരു വ്യക്തിയാണ്. വളരെ സീനിയറായ ഒരു മാധ്യമ പ്രവർത്തകനാണ്. വളരെ സൗമ്യനായ വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് സൗമ്യതയില്ലാതെ ഒരു അല്പം അസ്വസ്ഥനായി പെരുമാറുന്നത് പോലും BJPക്ക് പറ്റിയ വലിയൊരു തെറ്റാണ്. അതായത് BJP എന്നല്ല പറയേണ്ടത്, ശ്രീ നരേന്ദ്രമോദിക്ക് പറ്റിയ വലിയൊരു അബദ്ധമാണ് ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വേളയിൽ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത്, BJPയും നരേന്ദ്രമോദി പ്രതീക്ഷിച്ചത്, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അദ്ദേഹത്തെ ജയിലിൽ ഹോൾഡ് ചെയ്യാം, ഇലക്ഷൻ കഴിയുന്നത് വരെ അദ്ദേഹത്തെ ജയിലിലിടാം, അദ്ദേഹത്തിന് ഇലക്ഷനെ സ്വാധീനിക്കാൻ സാധിക്കില്ല. ആ സമയം കൊണ്ട് ഈ ജൂൺ 4-നുള്ളിൽ ആം ആദ്മി പാർട്ടിയെ തകർക്കാം, ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ശിഥിലമാക്കാം. അങ്ങനെ ആം ആദ്മി പാർട്ടി എന്ന ഭീഷണി ഗുജറാത്തിലേക്ക് പോലും വളർന്ന, ഗുജറാത്തിൽ ഞങ്ങൾക്ക് 5 സീറ്റാണ് സർ കിട്ടിയത്. താങ്കൾ നേരത്തെ ചോദിച്ചു ആം ആദ്മി പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടിയെന്ന്. കഴിഞ്ഞ 25-30 വർഷമായി നിങ്ങൾ തുടർച്ചയായിട്ട് അവിടെ ഭരിക്കുകയാണ്. നിങ്ങൾക്കൊരു വെല്ലുവിളി ഉണ്ടായിരുന്നില്ല. ആം ആദ്മി പാർട്ടി അവിടെ ആദ്യമായി എല്ലാ സീറ്റിലും ആദ്യമായി മത്സരിച്ചപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത് 5 സീറ്റാണ്. 13% വോട്ടാണ് കിട്ടിയത്. കാരണം BJP വിരുദ്ധ വോട്ടുകൾ, സർക്കാർ വിരുദ്ധ വോട്ടുകൾ വിഭജിച്ചു പോയി. അതുകൊണ്ടാണ്. അതുപോലെ ആം ആദ്മി പാർട്ടിക്ക് ഗോവയിലുണ്ട് സീറ്റുകൾ. ഗോവയിൽ 3 സീറ്റ് കിട്ടി. അതുപോലെ ആം ആദ്മി പാർട്ടി എല്ലാ ഹിന്ദി ബെൽറ്റിലെ എല്ലാ മേഖലകളിലും ആം ആദ്മി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാൻ പറ്റുമെന്നൊരു സ്ഥിതിയിലേക്ക് എത്തി. ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഔദ്യോഗികമായ ഒരു ദേശീയ പാർട്ടിയാണ്. അദ്ദേഹം ശ്രീ KVS ഹരിദാസ് നേരത്തെ ചോദിച്ചതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് കൂടാതെ ഹിന്ദി ബെൽറ്റിൽ മുഴുവൻ ഇലക്ഷനിൽ സ്വാധീനമുണ്ടാക്കാൻ കെജ്രിവാളിന് പറ്റും. അത് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടത്. പക്ഷേ ആ പദ്ധതി പൊളിഞ്ഞുപോയി. സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്ന് പദ്ധതി പൊളിഞ്ഞുപോയപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ കൃത്യം മധ്യത്തിൽ, തെരഞ്ഞെടുപ്പിൽ 4ാം ഘട്ട വോട്ടെടുപ്പിന്റെ, അതായത് നമുക്കൊരു സിനിമയുടെ എടുത്താൽ സിനിമയിൽ ഇന്റർവെൽ സമയത്ത് നായകനൊരു മാസ് എൻട്രി നടത്തുന്നത് പോലെയാണ് അരവിന്ദ് കെജ്രിവാൾ വന്ന് തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിയത്. അത് BJPക്കുണ്ടായ അലോസരം വളരെ വലുതാണ്. അതാണ് ആ അലോസരമാണ്, ആ അസ്വസ്ഥതയാണ് വളരെ സൗമ്യനായ ശ്രീ KVS ഹരിദാസ് പോലും ഇങ്ങനെ പ്രതികരിക്കാൻ കാരണമായത്. അത് അദ്ദേഹത്തിന്റെ ഒരു കുറ്റമല്ല, BJP ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ നേതാവിന് തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്താനായി ജാമ്യം കൊടുത്തിട്ടില്ല. ജാമ്യമോ ഇടക്കാല ജാമ്യമോ കൊടുത്തിട്ടില്ല. ആ ഉത്തരവ് 8 പേജുള്ള ആ ഉത്തരവിൽ വളരെ വ്യക്തമായി പറയുന്നു. അതായത് 7ാമത്തെ ഖണ്ഡിക 7ാമത്തെ നമ്പറുള്ള പാരഗ്രാഫിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റാണ്. ഇത്ര ലക്ഷം, ഇത്ര കോടി വോട്ടർമാർ പങ്കെടുക്കുന്നു എന്ന് എണ്ണം പറഞ്ഞ് ആ പാരഗ്രാഫിൽ ജഡ്ജി പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക എന്ന ഉദ്ദേശത്തോടെ ഇലക്ഷന് തൊട്ടു മുൻപേ അറസ്റ്റ് ചെയ്തു എന്ന തോന്നലാണ് പൊതുവിൽ ഇന്ത്യയിലുണ്ടായത്. അന്തർദേശീയ തലത്തിൽ പോലും ഇത് ചർച്ചയായി. നിങ്ങൾ ഇന്നലെ കെജ്രിവാളിന് ജാമ്യം കിട്ടിയ കഴിഞ്ഞ് അന്തർദേശീയ പത്രങ്ങളിൽ, വാൾസ്ട്രീറ്റ് ജേർണലിൽ, മറ്റ് ന്യൂയോർക്ക് ടൈംസിലൊക്കെ വന്ന വാർത്തകൾ എടുത്തു നോക്കൂ. ആ വാർത്തകളും ഇതേ മെസ്സേജാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടായത് തീർച്ചയായും ഇന്ത്യൻ ഡെമോക്രസിക്ക്, ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു ചീത്തപ്പേരുണ്ടായി. അത് ആ കാര്യത്തിൽ കോടതിക്ക് നല്ല ബോധ്യമുണ്ട്. അതായത് ഇന്ത്യയിൽ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തേണ്ട ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് മാത്രമല്ല. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിൽ പരാജയപ്പെട്ടു. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അവർക്ക് ഭരണഘടനാ അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങളൊന്നും ഉപയോഗിക്കാതെ അവരൊരു ബ്യൂറോക്രാറ്റിക് ഡിപ്പാർട്ട്മെന്റ് പോലെ, സർക്കാരിൻ്റെ ഒരു വകുപ്പ് പോലെ പ്രവർത്തിക്കുന്ന സാഹചര്യമാണുള്ളത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച വിഷയമുണ്ട്. അതായത് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ തടഞ്ഞപ്പോൾ, അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തപ്പോൾ അതിൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടില്ല. ഒടുവിൽ അവിടെയും ഇടപെട്ടത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി ചെയ്തത് സുപ്രീം കോടതി കേസ് എടുത്തപ്പോൾ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ഞങ്ങൾ അത് നടപടി മാറ്റിവെക്കാം, ഇലക്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞു. അത്തരത്തിലൊരു നടപടിയാണ് ഇവിടെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ച് സുപ്രീം കോടതി എടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ ഈ കേസിന്റെ മെറിറ്റിലേക്ക് ആ വാദം പൂർത്തിയായിട്ടില്ല. അതിന് അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്നേ ഉള്ളൂ. ആ കാര്യങ്ങൾ പരിഗണിക്കുന്നതിന് മുമ്പേ ഒരു രാഷ്ട്രീയ നേതാവിനെ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ, പ്രതിപക്ഷ നേതാവിനെ ഇലക്ഷൻ രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നതായിരുന്നു സർക്കാരിൻ്റെ ഉദ്ദേശമെങ്കിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാവരുത്. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു കളങ്കമാണ് എന്നുള്ളത് കൊണ്ടാണ് അസാധാരണ നടപടി. ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്നേ വരെ അത്തരം ഒരു ജാമ്യം ഉണ്ടായിട്ടില്ല. അതായത് ക്യാമ്പയിൻ നടത്താൻ വേണ്ടി ജാമ്യം ഉണ്ടായിട്ടില്ല. ചില നേതാക്കൾക്ക് ചില അവസരങ്ങളിൽ നോമിനേഷൻ കൊടുക്കാൻ ജാമ്യം കൊടുത്തിട്ടുണ്ട് 1-2 ദിവസം. അതല്ലാതെ ഇത്തരത്തിലൊരു ജാമ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം ബി ജെ പി മനസ്സിലാക്കണം. ഏത് തരത്തിലാണ് നരേന്ദ്രമോദിയുടെ ടാക്ടിക്സ്, ഇലക്ഷനിൽ അദ്ദേഹത്തിന് തോൽവി ഭയന്ന് അദ്ദേഹം നടത്തിയ ടാക്ടിക്സ് ഏത് തരത്തിലാണ് ഇന്ത്യയുടെ അന്തസ്സിനെ താഴ്ത്തിയതെന്നും ആ അന്തസ്സിനെ തിരിച്ചു പിടിക്കാൻ സുപ്രീം കോടതിക്ക് പ്രത്യേകാധികാരം, ഭരണഘടന കൊടുത്ത പ്രത്യേകാധികാരത്തിലൂടെ ഇടപെടേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടാക്കി. അത് ബി ജെ പി സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് വലിയ നാണക്കേടാണ്. ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റാണ്. ഇവിടെ മറ്റു തരത്തിലുള്ള പല വാദങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല വാദങ്ങൾ കാണുന്നുണ്ട്. പലരും ബി ജെ പി പക്ഷത്തുനിന്ന് ചിലർ പറയുന്ന വാദം, പിന്നെ ഒരു കർഷകനെ കൊയ്ത്തിന് വേണ്ടി ജാമ്യം കൊടുക്കുമോ? ഇത് ഒരു വ്യക്തിക്ക് അയാളുടെ പ്രൊഫഷൻ എക്സസൈസ് ചെയ്യാൻ, പിന്നെ തൊഴിൽ നടത്താൻ വേണ്ടി കൊടുത്ത ജാമ്യമല്ല. അത് പിന്നെ വിധിയിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ബിസിനസ്സുകാരനെ ഒരു ബിസിനസ് ഡീലിന് വേണ്ടി പോകാൻ ജാമ്യം കൊടുക്കുമോ? അങ്ങനെ ഒരു ജാമ്യമല്ല. ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി, ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത സംരക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതിയുടെ പ്രത്യേകാധികാരം, ഭരണഘടനാ പ്രകാരമുള്ള പ്രത്യേകാധികാരം പ്രയോഗിച്ചതാണ്. അപ്പൊ സുപ്രീം കോടതി എന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ യശസ് ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. അതിൽ ബി ജെ പിക്ക് സന്തോഷിക്കണം. കാരണം നരേന്ദ്രമോദിയോടുകൂടി ഈ രാജ്യത്തിന്റെ ചരിത്രം അവസാനിക്കുന്നില്ല. ഈ രാജ്യത്തെ മടങ്ങി പോകേണ്ടി വരില്ല എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു ആത്മവിശ്വാസമുണ്ടോ ആപ്പിന്? തീർച്ചയായിട്ടും കെജ്രിവാൾ ആ വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 1-ാം തീയതി ജൂൺ 1-ന് ഈ ജാമ്യം അവസാനിക്കുമെന്നും 2-ാം തീയതി അദ്ദേഹം തീഹാർ ജയിൽ സൂപ്രണ്ടിന് മുന്നിൽ ഹാജരാവണം എന്ന് ആ വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 4-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യയുടെ ചരിത്രം മാറും. ഇന്ത്യയിലെ ജനങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചുകൊണ്ടിരിക്കുക. അവർ ഈ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. കാരണം ഇന്ത്യ പോകുന്ന ദിശ എന്ന് പറയുന്ന വളരെ അപകടകരമായ ദിശ. നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ഭരണഘടനയിലെ ഏറ്റവും ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന അടിസ്ഥാന തത്വങ്ങൾ, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇതൊക്കെ ഭേദഗതി ചെയ്യണമെന്നും ഇത്രയ്ക്കൊന്നും പൗരാവകാശങ്ങൾ ജനങ്ങൾക്ക് വേണ്ട എന്നും, അങ്ങനെ അത്തരം നമ്മുടെ കോടതികളിൽ നടക്കുന്ന നടപടി, ഈ തുറന്ന യൂറോപ്യൻ കോടതിയുടെ രീതികൾ, ഇത്രയൊന്നും സ്വാതന്ത്ര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ ഒരു സംവിധാനമാണിത് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ അവർക്ക് തുടർച്ചയായി ഭരണം കിട്ടിയാൽ ഇന്ന് അരവിന്ദ് കെജ്രിവാൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ഭരണഘടനയുടെ രൂപം മാറിപ്പോവും, ഇന്ത്യയുടെ ഭരണ സംവിധാനം മാറിപ്പോവും, നമ്മുടെ പൗരാവകാശങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകും. ഒരൊറ്റ വൺ നേഷൻ വൺ ലീഡർ, അതാണ് കെജ്രിവാൾ എന്ന പ്രസംഗത്തിൽ പറഞ്ഞത്. ഒരു രാജ്യം മതി, ഒരു രാജ്യം, ഈ രാജ്യത്ത് ഒരു നേതാവ് മതി, പിന്നെ ഒരു പാർട്ടി മതി. സിംഗിൾ പാർട്ടി ഡെമോക്രസിയെ അവർ ലക്ഷ്യം വെക്കുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നായിരുന്നല്ലോ അവരുടെ മുദ്രാവാക്യം. അത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്തിൽ അത് കേട്ടിട്ടുണ്ടോ?
അതായത് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ പ്രതിപക്ഷ പാർട്ടിയെ ഇല്ലാതാക്കുക. ഒരൊറ്റ പാർട്ടി മതി, ഇനി BJP മാത്രം മതി. ഇതാണ് അവർ മനസ്സിൽ കാണുന്ന സ്വപ്നം. അപ്പോൾ അതിനെയൊക്കെ ഇത് ജനങ്ങളെ അറിയിക്കില്ല ഞങ്ങളുടെ ദൗത്യം. അതാണ് ഞങ്ങൾ ഈ ഇലക്ഷനിൽ ചെയ്യുന്നത്. തീർച്ചയായും നരേന്ദ്രമോദിക്ക് തിരിച്ചടിയുണ്ടാവും. BJP പറഞ്ഞൊരു കാര്യം പ്രതിപക്ഷത്തെ ചൂണ്ടിക്കാണിച്ച് ചോദിക്കുന്നു, ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന്. ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾക്കാരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുക? അത് മോദി ആവുകയില്ല എന്നും പറയുന്നു. അപ്പോൾ തിരിച്ച് വീണ്ടും ആ പ്രതിപക്ഷത്തോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് മറുപടി? സ്മൃതി, അതിലൊരു തർക്കവും വേണ്ട. ഇന്ത്യ മുന്നണിയുടെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സീറ്റ് വിഭജനം സാധ്യമാകില്ല, തർക്കങ്ങളില്ലാതെ സാധ്യമാകില്ല എന്നൊക്കെ പറയുന്നിടത്ത് നിന്ന് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യ മുന്നണി യാഥാർത്ഥ്യമാകുന്നു. ഇന്ത്യയിലെമ്പാടും പരമാവധി സ്ഥലങ്ങളിൽ ഐക്യത്തോടെ മത്സരിക്കാനുള്ള സാഹചര്യം സംജാതമാകുന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത് കോൺഗ്രസിന്റെ വിട്ടുവീഴ്ച മനോഭാവവും ഇൻക്ലൂസീവ് പോളിസിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ ആര് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നുള്ളതിനേക്കാൾ അപ്പുറം ഈ രാജ്യത്തെ പൗരാവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നേതാവായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുക. ഞങ്ങൾ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ചല്ല മത്സരിക്കുന്നത്. ഞങ്ങൾ മത്സരിക്കുന്നത് നിലവിലുള്ള പ്രധാനമന്ത്രിയുടെ കള്ളങ്ങളെയും നുണകളെയും പെരിങ്കോട്ടകളെ തുടർന്ന് കാണിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഹരിദാസ് ഭാഷ പറഞ്ഞൊരു കാര്യമില്ലേ, എന്താ പോക്കറ്റ് അടിക്കാരൻ എന്നാണ് അരവിന്ദ് കെജ്രിവാളിനെ പറയുന്നത്. ഈ രാജ്യം മുഴുവൻ കൊള്ളയടിച്ച നരേന്ദ്രമോദിയെ കുറിച്ച് പുകഴ്ത്തി പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ പോക്കറ്റ് അടിക്കാരൻ എന്ന് അദ്ദേഹം പറയുന്നത്. നരേന്ദ്രമോദി ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി നടത്തുകയും ഈ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിക്കുകയും ചെയ്യുമ്പോൾ അതിനൊക്കെ ന്യായീകരിക്കുന്ന ആളുകൾ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണെന്ന് BJPക്കാർ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? വ്യാജ ഡിഗ്രിയുടെ അല്ലെങ്കിൽ വ്യാജ ഗ്യാരണ്ടിയുടെ മാത്രം ബലത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന ആളുകളാണ്. ആരാ നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ 142 കോടി ജനങ്ങളുടെയും മനസാക്ഷിയുടെ അംഗീകാരത്തിനൊപ്പം നിൽക്കുന്ന ആളായിരിക്കും. മനസാക്ഷിയുള്ള ഒരു മനുഷ്യനായിരിക്കും. 56 ഇഞ്ച് നെഞ്ചൊന്നും വേണ്ട. ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെ ഉൾക്കൊള്ളാനുള്ള മനസ്സുള്ള മനുഷ്യനായിരിക്കും ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ അദാനിയെയും അംബാനിയെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒറ്റത്തവണയാണ് മോദി പ്രസംഗിച്ചത്. അതിനുള്ള മറുപടി രാഹുൽ ഗാന്ധി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അംബാനിയും അദാനിയും കോൺഗ്രസിന് കൂടി സംഭാവന നൽകുന്നതിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ആപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ ക്രോണി ക്യാപിറ്റലിസം, ഒരു ആരോപണമായി അങ്ങനെ പറയാൻ കാരണം ഞാനൊരു കോൺഗ്രസിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചൊന്നുമില്ല. അല്ല, ആരോപണമായിട്ടല്ല, പറഞ്ഞോട്ടെ, ആരോപണമായിട്ട് ഞാൻ പറഞ്ഞില്ല. അല്ല, ഒരൊറ്റ മിനിറ്റ് ഞാനൊന്ന് വിശദീകരിച്ചിട്ട്, ഒരു മിനിറ്റ് മതി. അതായത് ഞാനത് ഇവിടുത്തെ ഇന്ത്യയിലെ കാറ്റ് മാറി വീശുകയാണ്. മാറി വീശുന്നു എന്ന് ഇന്ത്യയിലെ എല്ലാ വ്യവസായികൾക്കും അറിയാം. നോയിഡയിലെ മാധ്യമങ്ങൾ അത് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നമ്മൾക്കറിയാം നോയിഡയിലെ മാധ്യമങ്ങളുടെ നിലപാടിലുണ്ടായ, ചില മാധ്യമങ്ങളുടെ നിലപാടിലുണ്ടായ മാറ്റം, ഓഹരി വിപണിയിലുണ്ടായ റിഫ്ലക്ഷൻസ്. അപ്പോൾ അംബാനിയും അദാനിയും പോലും അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി മോഡിയെ മാത്രം പിന്തുണച്ചാൽ അവർക്ക് പോലും നിലനിൽപ്പില്ലാതാകുമെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്. സ്മൃതി, ഇന്ത്യയിൽ മാറ്റത്തിൻ്റെ ചെറിയ അലയൊലികൾ തീർച്ചയായും കാണാനുണ്ട്. അതിൻ്റെ ഒബ്ജക്റ്റീവ് പരിഗണന തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്ന ഒരു വോളറ്റൈലിറ്റി ഉണ്ടാകുന്നത്. ഭയങ്കരമായ ഫ്ലക്ച്വേഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഒരു പ്രത്യേക ദിശയില്ലാതെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ കൃത്യമായ വിപണി, ഈ പ്രത്യേകിച്ചും ഓഹരി വിപണിയൊക്കെ ഈ വളരെ സെൻസിറ്റീവാണ്. രാഷ്ട്രീയമായ സ്ഥിരതയില്ല എന്ന് തോന്നുമ്പോൾ അത് വളരെയധികം ചാഞ്ചാടും. ആ ചാഞ്ചാട്ടം നമ്മൾ കാണുന്നു. ഊഹക്കച്ചവടത്തിൽ ഇപ്പോൾ മുൻകാലത്ത് നടന്ന BJP ശരിയായ വലിയ ഭൂരിപക്ഷത്തിൻ്റെ അധികാരത്തിൽ വരും എന്ന ചിന്തയിൽ നിന്നും അവരും കുറച്ചുകൂടി താഴേക്ക് ആ ഒരു ഊഹക്കച്ചവടം താത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുമാത്രമല്ല, ഇവിടെ നീതിപീഠം പോലും ഒരു പരിധിവരെ ഇന്ത്യയിലെ എപ്പെക്സ് കോർട്ട്, പരമോന്നത നീതിപീഠം, ആ നീതിപീഠത്തിൻ്റെ ചുമതലയാണല്ലോ കണ്ണിലെ കൃഷ്ണമണി പോലെ ഭരണഘടനയെ കാത്തുസൂക്ഷിക്കുക എന്നത്. ആ കോടതിക്ക് പോലും ഒരുപക്ഷെ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെ സംരക്ഷിക്കാനായി അരവിന്ദ് കെജ്രിവാൾ വെളിയിൽ വരണം എന്ന് തോന്നി. കാരണം അതിന് പ്രത്യേകിച്ച് പ്രസിഡൻസ് ഒന്നും ഉള്ളതുകൊണ്ടല്ല, മറിച്ച്
ഈ കേജ്രിവാൾ അകത്തായ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പബ്ലിക് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ജാമ്യാപേക്ഷ കൊടുക്കാതെ ജാമ്യം കിട്ടുന്നൊരു പതിവില്ലല്ലോ. ജാമ്യാപേക്ഷ പോലും കൊടുക്കാതെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൊടുക്കുന്നത് ജനാധിപത്യം എന്ന ആശയത്തിന് ഉള്ള ഉദാത്തമായ ഒരു സ്ഥാനം, ഭരണഘടനയുടെ സ്ഥാനം, അത് സംരക്ഷിക്കാൻ കോടതി പ്രതിജ്ഞാബദ്ധമാണ്. ആ പ്രക്രിയ പൂർത്തിയാക്കണമെങ്കിൽ ഒരു സമുന്നതരായ രാഷ്ട്രീയ നേതാവിനെ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ടാകണം. കേസിൻ്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരുപാട് ഏജൻസികൾ ഇപ്പോൾ ഒരുപക്ഷെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI ഒക്കെ മാറി ചിന്തിച്ചെന്നിരിക്കും. ഒരു ചെറിയ ഭൂരിപക്ഷത്തിനാണ് നരേന്ദ്രമോദി തിരിച്ച് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഭൂരിപക്ഷം ഇത്രയും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ കുറച്ചുകൂടി നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ സന്നദ്ധമാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആകെ ഒരു മാറ്റത്തിൻ്റെ കാറ്റുണ്ട്. ഒരു മൃഗീയമായ ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിൽ വരുമെന്ന് ഇപ്പോൾ ആരും തന്നെ നിരീക്ഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതിന് കേജ്രിവാളിൻ്റെ അറസ്റ്റും ഇപ്പോഴത്തെ റിലീസും കുറച്ചുകൂടി ശക്തമായ കാറ്റലിസ്റ്റ് ആകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശ്രീ KVS ഹരിദാസ്, ഇപ്പോൾ മറ്റന്നാൾ 11 സംസ്ഥാനങ്ങളിലായി 96 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ആദ്യ 3 ഘട്ടങ്ങളിൽ ഉണ്ടായ പോളിംഗ് ശതമാനത്തിലെ കുറവ് നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്താണ് 4ാം ഘട്ടത്തിലെ പ്രതീക്ഷ? പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല സ്മൃതി, ആര് എന്തെല്ലാം വാദഗതികൾ ഉന്നയിച്ചാലും BJPക്ക് ഒരു വിലയിരുത്തലുണ്ട്. ഞാൻ ഇതിനു മുമ്പും ചർച്ചകളിൽ പറഞ്ഞതാണ്. 2014-ലും 19-ലും ഒക്കെ കേരളത്തിലെയും അതുപോലെ തന്നെ ഈ ഇടതുപക്ഷ കോൺഗ്രസ് മാധ്യമങ്ങളും നടത്തിയ ചർച്ചകളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അന്നൊക്കെ പറഞ്ഞു മോഡിയെ 2014 ഡൽഹിയിൽ എത്തിക്കില്ലെന്ന് പറഞ്ഞു. 2019 മോഡി വിൽ ബി എ വൺ ടൈം വണ്ടർ എന്ന് പറഞ്ഞ് വിളിച്ച് ആക്ഷേപിച്ചു, അല്ലെങ്കിൽ കളിയാക്കി. ഇപ്പോൾ 2024 മോഡിയെക്കുറിച്ച് നിങ്ങൾ എന്തെല്ലാം ആക്ഷേപം പറഞ്ഞാലും ഒന്ന് BJPയുടെ നേതാവ് മോഡി തന്നെയാണ്. 2 മോഡിയുടെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്, രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി മോഡി അധികാരത്തിൽ വരും. ആദ്യത്തെ 2 ഘട്ടം കഴിയുമ്പോൾ തന്നെ BJP അതിൻ്റെ നില ശക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളൊന്നും ചിന്തിക്കാത്ത വിധം സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോലും ഇത്തവണ BJPക്ക് MP-മാരുണ്ടാകും. ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ BJP എങ്ങനെയാണോ പെർഫോം ചെയ്തത്, അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ തെലങ്കാനയിലും ആന്ധ്രയിലും BJPക്ക് ഇത്തവണ വിജയം ഉണ്ടാകും. നിങ്ങൾ വേണമെങ്കിൽ ജൂൺ 4-ാം തീയതി കണ്ടോളൂ. അതുകൊണ്ട് BJP പിന്നാക്കമല്ല പോകാൻ പോകുന്നത്, മുന്നാക്കമായിരിക്കും, ഒരു സംശയവും വേണ്ട. ശരി, തിങ്കളാഴ്ച തെക്കേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കൂടി അങ്ങ് പൂർത്തിയാവുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.